ധീരനേ 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 തീയാണു നീ ഒരു കാറ്റാണു നീ ഒരു നിനക്ക് നിഴലില്ല നിനക്ക് ഭയമില്ല. രാജു ഇങ്ങനത്തെ ഒരു കഥയല്ലോ ഇത്. ഈ ആണ് നിനക്ക് വല്ലതും കഴിക്കാൻ വേണോ? ഇവന് വരണം കുറച്ചെങ്കിലും കൊടുക്കും. ഇവൻ പുതിയ പേഷ്യന്റ് ആണ്. ഇവൻ എന്റെ അനിയന. ഇല്ലൊക്കെ ഞാൻ അടയ്ക്കാം, നീ അടയ്ക്കണം. പകുതിയിട്ട് അടിക്കാം, ആവശ്യമില്ല. അവനെന്താ എറണാകുളത്തുനിന്ന് തിരുവനന്തപുരത്ത് വരാൻ പറഞ്ഞു. ബെറ്റർ ഹെൽത്ത് കെയർ. പിന്നെ രക്തപ്രേതം കേസ് ചെയ്തപ്പോൾ നിനക്ക് എന്തായിരുന്നു തോന്നിയത്? പെട്ടെന്നെ ബോധം പോയിട്ട് എണീച്ചു വന്നത് ഇപ്പോഴാണ്. രക്തപ്രേതത്തിന്റെ ഇതൊക്കെ എന്തൊക്കെയോ ഇൻസിഡൻസ് ആയിട്ടല്ലേ. പണ്ട് അന്ന് നിന്റെ അച്ഛനാണെന്ന് തോന്നുന്നത്. നിന്റെ അച്ഛൻ ഒരു കാർ ആക്സിഡന്റ് ഉണ്ടായിരുന്നില്ലേ? ബാത്റൂമിൽ പോയിട്ട് വരാം. ആ ബാത്റൂം അവിടെ ഉണ്ടല്ലോ. ഇത് ഔട്ട് ഓഫ് സർവീസ് ആണോ? അതാ നീ കഴിഞ്ഞ കിടന്നോ? 2025 എന്തോ പറ്റുമോ? ഉറങ്ങാം അല്ലേ? നീ കുറച്ച് നീ നാളെ എടുക്കാം. മാമ മരുന്ന് കഴിക്കട്ടെ. ചേട്ടനെ പെട്ടെന്ന് വിളിച്ചിട്ട് വരാം. ചേട്ടാ, കുറെ നേരം ആയാലോ ഇറങ്ങിയിട്ട്. നിനക്ക് നടക്കാൻ പറ്റുന്നുണ്ടോ മര്യാദയ്ക്ക്? നീ ഞാൻ പല്ല് കഴിച്ചിട്ട് വരാം. ഒരു പ്രശ്നമില്ല. ഞാൻ ഗെയിം കളിച്ചോണ്ടിരിക്കുന്നു. എവിടെ നിന്നെ ഡിസ്ചാർജ് ചെയ്തിട്ട് അവന് ഡിസ്ചാർജ് ചെയ്യാതെ ഉണ്ട്? എനിക്കറിയത്തില്ല എപ്പോ വരും. അതിൻ്റെ എല്ലാം ഇൻസിഡന്റ് ആയിട്ടല്ലേ ഉണ്ടാവുന്നത്. പക്ഷെ ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോൾ ചർച്ചിലെ മിസ്സിങ് കേസ്. ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ കാർ ആക്സിഡന്റ്. ഇനി മൂന്നാമത്തെ പ്രാവശ്യം എന്താ കേസ് ഉണ്ടോ നോക്കട്ടെ. ടി വി നോക്കട്ടെ. പറ്റുന്നില്ല. ഇതെന്താ എത്തിയത്? സ്കൂട്ടർ സ്കൂട്ടറാണോ ഇതാ? ഇത് കിക്ക് സ്കൂട്ടർ അല്ലേ? ഇത് കിക്ക് സ്കൂട്ടർ അല്ലേ? താഴെ പോവാം. കിക്ക് സ്കൂട്ടറിൽ പോവാം. ഇത് ഇവിടെ അപ്പുറത്തെ വീട്ടില് താമസിക്കുന്ന ആളാ. സണ്ണി ക്യാൻറ്റീനിൽ പോയി കുടിച്ചിട്ടില്ല. എന്താ ഇത് എടുക്കാൻ പോവാണോ?
ഓക്കെ ആണോ? ആകാശം ഇങ്ങനെ ഒരു പ്രേതത്തിന്റെ ഇതൊക്കെ ആയിട്ടുണ്ട്. അവന് പ്രേതത്തിന്റെ ഇതായിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുന്നത്. എവിടുന്നാടാ? പ്രേതത്തിന്റെ പണിയാണ്. നീ ഒരു വില്ലിങ് ആണോ? ഇതാണ് പ്രേതം. പ്രേതം ഇത്രേ ഉള്ളൂ. ഇനി പ്രേതത്തിന്റെ പവർ ഇനിയേ കാണുള്ളൂ. എനിക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു. ഇന്നൊരു ആക്സിഡന്റ് പറ്റിയാണ് തോന്നുന്നത്. നമുക്കാണോ വേറെ ആൾക്കാണോ? വേറെ ആൾക്ക്. നമസ്കാരം. നെയ്യാറ്റിങ്കര അമരവിളയിൽ വൻ അപകടം. കാറും ലോറിയും കൂട്ടിയിടിച്ച് 6 പേർ മരിച്ചു. നീയല്ലേ ഇപ്പൊ പറഞ്ഞൊരു ആക്സിഡന്റ് ഉണ്ടാവുമെന്ന്? നീയാണോ രക്തപ്രേതം? ഒരു സസ്പീഷൻ ഉണ്ട്. നീയല്ല, ഇവന്. ഞാൻ അല്ല. ആരാണ്? അവിടെ ഇങ്ങനത്തെ വല്ല ചർച്ചോട്ടോ, അവിടെ പോയി പ്രീസ്റ്റർ അടുത്ത് ചോദിച്ചാലോ? പോവാം. പ്രീസ്റ്റിന്റെ സ്ഥലം നമ്മളാണ്. നിന്റെ ഹിസ്റ്ററിയിൽ വേറെ എന്തെങ്കിലും ആക്സിഡന്റ് ആയിട്ടുണ്ടോ? ഒരാളെ ഇടിച്ചിട്ടിട്ട് എൻ്റെ അച്ഛനൊന്നും പറ്റിയില്ല. പക്ഷെ ഇടിച്ച വേറെ വണ്ടിയിലുള്ള ആൾക്ക് പരിക്ക് പറ്റി. ആളുടെ പേര് രക്താന്നായിരുന്നു. ഞാൻ ആകെ ഒരു ഭൂതത്തിനെ കൊന്നിട്ടുള്ളൂ. ഈ എണ്ണം മാത്രമാണ്. പക്ഷെ രക്തം എന്നല്ല അതിന്റെ പേര്. അത് നമ്മുടെ വീട്ടിലുള്ള സാധനമല്ലേ? അതൊന്ന് കൊന്നിട്ട് നമ്മൾ തറയിലിട്ട് പൊട്ടിച്ചതല്ലേ? അതെങ്ങനെ ഇവിടെ എത്തി? അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഇത് കിട്ടി? പണ്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാണ്. ഇത് നമ്മുടെ വീട്ടിലുള്ളതാണ്. രക്തപ്രേതത്തിനെ വിളിക്കണോ? നമുക്ക് വിളിക്കണം. പ്രേതത്തിലുള്ള പേര് തന്നെയുണ്ട്, രക്തം. അതെങ്ങനെ ചെയ്യണ്ടേ? കൈ മുറിച്ച് രക്തം കളിച്ചാൽ മാത്രമേ പ്രേതം വരുള്ളൂ. ഞാൻ നിങ്ങളോട് വരാം. എന്തിനാ? ഹെൽപ്പ് ചെയ്യാനാണോ? പോലീസിന്റെ ഇന്ന് കോള് വരുന്നുണ്ട്. ക്രൈം സീനിന്റെ അടുത്ത് പോയാലോ? ഇവനെ കയറ്റാൻ പറ്റുമോ? ഇവനെ കയറ്റാൻ പറ്റില്ല. അവൻ പോലീസിലല്ലല്ലോ. പറ്റില്ല. നീ പുറത്തേക്ക്. പ്രീസ്റ്റിനും വരാൻ പറ്റുമോന്ന് എനിക്ക് തോന്നുന്നു. പ്രീസ്റ്റിന് വരാൻ പറ്റുമോ? വാ. ക്രൈം സീൻ എവിടെയാ നോക്കട്ടെ. അമരവിളയാ? അതോ അമരവിള എത്തി? ഇത് ഇവിടെ ഇതുണ്ടോ ആക്സിഡന്റ് നടന്ന സ്ഥലം? ഇതവിടെ കല്ലൊക്കെ ഇടിച്ച് വയറൊക്കെ വിട്ടുപോയി. ആ വണ്ടിയിൽ ഡാമേജ് ഉണ്ട്. ഇത് നല്ലൊരു ആക്സിഡന്റ് ആയിരുന്നു. എടാ, ഇവിടുത്തെ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് SI. തരുമോ? ഞാനൊരു ഇത് ചെയ്ത് നോക്കട്ടെ. ഇതെന്തെങ്കിലും തുള്ളികൾ ഇവിടെ? ഇത് കാറിൻ്റെ അല്ലല്ലോ. പിന്നെ കയറ്റി അങ്ങനെയൊക്കെ പോലീസ്. ഇനി വാ, നമുക്ക് ലാബറട്ടറിയിൽ പോവാം. ഞാൻ പോകണം.
ഇത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും നിനക്ക്. പോയി ടെസ്റ്റ് ചെയ്തിട്ട് വരണേ. ഇതില്ലേ എന്ത് ജെം സ്റ്റോണോ? രക്തഭേദത്തിന്റെ റിയൽ ആണോ? ടെസ്റ്റ് റിയൽ ആണ്. രക്തപ്രേതം വരുന്നു എന്നാ പറഞ്ഞേ. എന്തായിരുന്നടാ? എന്താ പവറുണ്ടേ? എന്താ ബബിളി ചെയ്യുന്നേ? അറിയത്തില്ലല്ലോ. ഇങ്ങോട്ട് നോക്ക്. ചന്ദ്രന് രക്തപ്രേതത്തിനെ കാണാൻ പറ്റുന്ന പവർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അവൻ നേരത്തെ വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വീഴുന്നത്. രക്തപ്രേതത്തിനെ കാണാൻ പറ്റുമോ? തലകെട്ടിയടവൻ ഇത്രയും വെയിറ്റ് 27 kg ഇതിനാ. അയ്യോ എന്ത് പറ്റി എനിക്ക്? എന്ത് പറ്റി അണ്ണി? ഇതെന്താണോ അവന്റെ കയ്യില്? രക്തപ്രേതം. എന്തോ കേസുണ്ട്. ഇപ്പൊ വേണമെങ്കിലും എണീക്കും. ഞാൻ കെട്ടി വരണം. എനിക്ക് എണീക്കാൻ പറ്റൂല. നമ്മളെ മാത്രം ഹണ്ട് ചെയ്യുന്ന എന്തിനാ? ഇങ്ങനെ കൊന്നാക്കിയതാണ് ഞാൻ നിങ്ങളെ പിടിക്കാൻ വരുന്നേ. നിന്റെ അച്ഛനല്ലേ അവരെ ഇടിച്ചിട്ട്? അവർക്ക് റിവഞ്ച് കൊടുക്കണതിന് മുമ്പേ രക്തപ്രേതത്തിനെ അവര് ഇതാക്കി, മരുന്ന് കൊടുത്ത്, മരുന്നല്ല, പൂജ ചെയ്ത് അവരെ ഇതാക്കി. എന്നിട്ട് ഇപ്പോഴാണ് അവന് ഫ്രീ ആയത്. എന്നിട്ട് ഇപ്പൊ വണ്ടി ഇടിച്ച സ്ഥലത്തു നിന്നാണ് ആ കല്ല് കിട്ടിയത്. ആ പൂജ നടത്തിയ സ്ഥലത്തു നിന്നാണ്, ഈ പൂജ നടത്തിയ സ്ഥലത്താണ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ആ പൂജ ഇവിടെയാണോ നീ ജനിച്ച സ്ഥലം? നമ്മുടെ അച്ഛന്മാര് പൂജ ചെയ്യുന്ന സ്ഥലത്തല്ലേ നമ്മളിപ്പൊ നിൽക്കുന്നേ. അതാ നീയാച്ചിങ്ങനെയാടാ. ഇത് ആ അമ്പലമായിരുന്നു. പക്ഷെ ഇവിടത്തെ കല്ല ഇവിടെ വന്ന് കിടക്കണം. ഇപ്പൊ വണ്ടി ഇടിച്ചത് ആര്? എങ്ങനത്തെ വണ്ടി ഇടിച്ച്? ആ ഹോളിൽ കൂടെ താഴോട്ട് ഇറങ്ങിയാൽ ചിലപ്പോ നെയ്യാറ്റിൻകരയില് ഇത് പൂജ ചെയ്യുന്ന സ്ഥലത്തെത്തുമോ? ഉണ്ട്, എനിക്ക് തോന്നുന്നു. രക്തപ്രേതത്തിന്റെ സേഫ്റ്റി കല്ല് ഇതായിരുന്നു. അപ്പൊ ഇത് നമുക്ക് രക്തപ്രേതത്തിന്റെ നെഞ്ചിൽ വെക്കാം. രക്തപ്രേതം പാവമായി കാണും. നിന്റെ പേരെന്താ? നീ ഇപ്പൊ എവിടെയാണ്? നിന്നെ നമ്മൾ പിടിച്ചോണ്ട് വന്നതാണ്. ഈ പ്രേതമായിട്ട് നമ്മൾ ഹോണ്ട് ചെയ്യായിരുന്നു. ആ കല്ലായിരുന്നു നിന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻസ് ആണ്. അത് നമ്മൾ നിന്റെ നെഞ്ചിൽ വെച്ചു. വില്ലേജസ് ആണ് നിങ്ങൾ ആക്കിയത്. പോയി വീഴടാ. നിനക്ക് എന്തിന്റെ കേടാടാ? അതായിട്ടില്ല. വെടിവെച്ചത്. ഇപ്പൊ അവൻ ചത്തതൊന്നുമില്ല. ഇവൻ ജീവനോടെയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അതിന് മാറ്റാം. എടാ കല്ലെടുത്ത് ഇവിടെ വെക്കാം. അപ്പൊ രക്തപ്രേതം പോവും. ഇപ്പൊ അല്ലെങ്കിൽ എണീക്കും. ഇവിടെ വെക്കണ
സണ്ണി ഓക്കെ ആണോ? ഹോസ്പിറ്റലിൽ പെട്ടെന്ന് എത്തിക്കണം. കാര്യങ്ങളെല്ലാം നോക്കാം. ഡോക്ടറിനെ വിളിക്ക്. കാഷ്വാലിറ്റിയിലല്ലേ വിളിച്ചേ? പെട്ടെന്ന് വിളിച്ചിട്ടോ. വിളിച്ചാ വയ്യാന്ന്. ഒരു കാലത്ത് ഞാൻ ഇവിടെ ആയിരുന്നു. ഈ രക്തപ്രവാഹം പോയി ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. ഇതാണ് ഇവിടെ വെച്ച് അവസാനിക്കുക. പള്ളിയിൽ വർക്കുണ്ട്, അപ്പൊ ഞാൻ പോകുവാണ്. ബൈ. ഒരു സർപ്രൈസ് തരാം, വെയിറ്റ്. ഇതിലാണ് രക്തപ്രവാഹത്തിന് നമ്മൾ കൂട്ടിയിട്ടിരിക്കുന്നത്. ഇനി രക്തപ്രവാഹം ഒരിക്കലും വരില്ല. ഇതാണ് നമ്മൾ ഇതിൻ്റെ അവസാനം. അപ്പോൾ ഇവിടെ വെച്ച് ഈ കഥ അവസാനിക്കട്ടെ. തീക്കനലാണ്, ഒരു തീക്കനലാണ്, കത്തി കത്തി ചാമ്പലാകും. മിന്നലവനാണ്, മിന്നലവനാണ്, ഇടിമിന്നിയവൻ ഒരു മഹാമിന്നലാവും.